ചേട്ടാ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ആദ്യമുള്ള ബാക്കി പേയ്മെൻറ്റ് ഇങ്ങോട്ട് അയക്കാം, എന്നിട്ട് ഞാൻ ഫോട്ടോസ് അയച്ചുതരാം. നിങ്ങൾ എത്രാം തവണ കാണിക്കുന്നത്? നമ്മളിത് കുറേ കണ്ടാട്ടോ. ശരി, നിങ്ങൾ അയക്കി. മര്യാദയില്ലാത്തൊരു കാര്യങ്ങൾ എഴുതിക്കും. അവി, നമ്മൾ ഇന്നലെ മോളിൽ പോയില്ലേ? അപ്പൊ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത കവറ് ഞാൻ ആക്ച്വലി വാങ്ങിക്കാൻ മറന്നുപോയി. അയ്യോ, അത് മറന്നാ? നീ എന്ത് പരിപാടി കാണിച്ചേ? ഞാൻ വിചാരിച്ചു നീ വാങ്ങിയിട്ടുണ്ടാവുന്നു. ഞാൻ എന്തിനാ മേടിക്കുന്നത്? അതവിടെ കൊടുത്തത് നീയല്ലേ? അപ്പൊ അത് മേടിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? നിനക്കെന്നെ ഓർമ്മിപ്പിക്കായിരുന്നല്ലേ? ഇപ്പൊ അത് ഞാൻ ഓർപ്പിക്കാതായ കുറ്റം അല്ല. ഇതാരുടെയും കുറ്റല്ല, നമ്മൾ രണ്ടുപേരും മറന്നുപോയി. ടോക്കൺ ഉണ്ടല്ലോ, പോയി വാങ്ങിക്കാം. ശരി, ഇപ്പൊ എനിക്ക് മേടിച്ചൊരു സാധനം മറന്നു വെച്ചപ്പോ രണ്ടുപേരുടെ ഭാഗത്തായി കുറ്റം. ഇപ്പൊ നിനക്ക് മേടിച്ച വല്ല സാധനം മറന്നു വെച്ചെങ്കിലോ? നീ എന്നെ കൊന്നാനേ. ഇപ്പൊ നീ എന്തെങ്കിലും പറയണ? നിന്നെ എപ്പോഴെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തിണ്ടോ? പറഞ്ഞിട്ടില്ലേ? നിന്റെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഞാൻ മേടിക്കാതെ ഒന്ന് ദിവസം നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? അത് കുറ്റപ്പെടുത്തിയതല്ല, കഷ്ടായി പോയിന്ന് പറഞ്ഞല്ലേ. ആയിരിക്കാം, പക്ഷെ അന്നൊക്കെ ഞാൻ അതിന് സോറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടായ സമയത്ത് ഞാൻ ഓർപ്പിക്കാത്ത കുഴപ്പം. സോറി ഇല്ല, ഒന്നുമില്ല. അവയ്ക്കിപ്പോ ഇതൊരു പ്രശ്നമാക്കണോ? പ്രശ്നമൊന്നും ആക്കണ്ട, പക്ഷെ നിന്റെ തെറ്റാണ് നിന്ന് നീ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എടാ, ലൈഫിൽ ഒരിക്കലെങ്കിലും നീ ഒരു സോറി പറയണമെന്നുള്ള കൊതി കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇക്കാര്യത്തിൽ സോറി പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എന്തായാലും എനിക്ക് തോന്നണില്ല. അതിന് എപ്പോഴാണ് നീ സോറി പറഞ്ഞിട്ടുള്ളത്? എപ്പോഴും എന്തുണ്ടായാലും സോറി പറയുന്നത് ഞാൻ മാത്രമാണ്. അങ്ങനെ ആവശ്യത്തിന് ആവശ്യമില്ലാത്തതിന് അവി സോറി പറഞ്ഞു അവയുടെ സോറിക്ക് ഒരു വിലയില്ലാതായത്. അപ്പൊ എന്റെ സോറിക്ക് ഒരു വാല്യൂ ഇല്ലല്ലേ? സ്റ്റോറിക്ക് വാല്യൂ ഇല്ലേ? എന്റെ സ്റ്റോറി കാണോ? സ്റ്റോറി അല്ല, സോറി. ഓ സോറി. അതെ, ഇവിടെ എന്താ പ്രശ്നം? എന്റെ ലക്കി ഇന്നലെ മോളിൽ വെച്ചൊരു പാക്കറ്റ് മറന്നു വെച്ചു. അതിന്റെ ടോക്കണും എന്റെ കയ്യിലുണ്ട്. അതങ്ങോട്ട് പോയി വാങ്ങിച്ചാൽ മതി. അതിന് അവി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ലക്കി, ഇതൊന്നും അല്ല പ്രശ്നം. ഇവളാണ് അവിടെ മറന്നു വെച്ചത്. അപ്പൊ എടുക്കാനുള്ള ഉത്തരവാദിത്തം ഉള്ളതല്ലേ? എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ട് ഞാൻ അപ്പോഴൊക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു തെറ്റോ അല്ല, ഒരു സോറി ഇല്ല. ഇത് എവിടെ തന്നെ ആയോ? അത് അവി പറഞ്ഞ കറക്റ്റാ. നിനക്ക് എന്തൊരു സോറി പറഞ്ഞാല്? ഇപ്പൊ അങ്ങനെയായോ? ഞാൻ സോറി പറയില്ല. സോറി പറയാനുള്ള തെറ്റ് ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. അല്ല, ഒരു മിനിറ്റ്. ഇവിടെ സോറി പറയാനുള്ള കാര്യമുണ്ടോ? മറവി ഒരു തെറ്റല്ലല്ലോ. തെറ്റ് പറ്റിട്ട് സോറി പറയാത്ത തെറ്റല്ലേ? അതിനിവിടെ തെറ്റെവിടെ? അപ്പൊ അവി പറഞ്ഞ മാത്രാണോ തെറ്റ്? ഇവിടെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, മറവി ഒരു തെറ്റല്ല. അതങ്ങനെ സംഭവിക്കുകയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാണ് വേണ്ടത്. മീനാക്ഷി അതിനിപ്പോ സോറി പറയേണ്ട കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അവൾ ഈ കാര്യത്തിനല്ല ഒരു കാര്യത്തിനും ഒരു മനുഷ്യരോട് സോറി പറയാറില്ല. അത് തെറ്റല്ലേ? അല്ല, ഇനിയിപ്പം ഒരിക്കലും മീനൊരു തെറ്റും പറ്റാത്തോണ്ടായിരിക്കോ മീൻ ഇതൊരാരോട് സോറി പറയാതിരുന്നത്? അല്ല, തെറ്റ് പറ്റാത്ത ഇനിയിപ്പോ ഒരു തെറ്റാണെന്ന് പറയൂ? നീ ഇത് മാറ്റി പറഞ്ഞൊരു ദിവസം വരൂട്ടോ, നീ ഓർത്ത് വെച്ചോ. എടാ പ്രാഗതറ, നിനക്കിപ്പോ എന്താണ് സോറി അല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞത് ഒരു സോറി വേണേ എവളെക്കൊണ്ടും പറയിക്കാറ് സോറി. ഇത് സോൾവ് ആവണമെങ്കിൽ മീനു തന്നെ സോറി പറയണം. ഞാൻ സോറി പറയില്ല. അവി വേണമെങ്കിൽ ഇങ്ങോട്ടൊരു സോറി പറയും. ഞാനാണല്ലോ ഇപ്പത് ഓർമ്മിപ്പിച്ചത്. അപ്പോടെ വാദിയാണ് പ്രതി. നീ പറ സോറി. എടാ, ഞാൻ മേലെ ഇനി ആ വാക്ക് പറയില്ല. ഓക്കെ മീനു, പ്രത്യേകിച്ച് നിന്റെ അടുത്ത്. ഒന്ന് നിർത്തണ്ടോ? എന്താ പളം? നിനക്ക് സംസാരിക്കണേ അകത്ത് പോയിക്കണം. സംസാരിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ സംസാരിക്കും. ഇതിന്റെ ഇടയക്കാരന്റെ കാര്യം നിനക്ക് വല്ലതും ഉണ്ടോ? ഇവനാണ് ആദ്യം സോറി പറഞ്ഞത്, നീ പറഞ്ഞ സോറി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തീർക്കൂലേ? നിങ്ങൾ എന്തിനാ അവരുടെ കാര്യക്കാരെ വഷളാക്കുന്നത്? ഞങ്ങൾ വഷളാക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾ തീർക്കാനാ നോക്കിയത്. അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വേണ്ട സർക്കാസം വേണ്ട. ഇനി എന്റെ നേരെ ആയിക്കോടാ. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്താ പോരെ? എന്തിനാ മീനും ഇങ്ങനെ വെറുതെ? സാമി ഈ കാര്യത്തിൽ ഇടപെടണ്ട. സോറി. അതെ, ആ കാറ്ററിംഗ് ബജറ്റിന്റെ ഫിഗേഴ്സ് കുറച്ചുകൂടി കറക്റ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ ചെയ്തോളാം. വേണമെന്നില്ല, ഞാൻ നോക്കിക്കോളാം. എടാ, എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ, കറക്റ്റ് ആണല്ലോ. എടാ അതല്ല, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ, രണ്ടുപേരും തമ്മിൽ എന്തോ ജഗടയാണല്ലോ. മീനാക്ഷി എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എൻ്റെ ലച്ചു തീരെ വിട്ടുകൊടുക്കാറില്ല. ഒന്ന് ഇടപെട്ടാലോ? എന്തിന്? എൻ്റെ ചേട്ടാ, അവർ പിണങ്ങിയിരുന്ന അതിൻ്റെ ഗുണം ചേട്ടനല്ലേ? എടാ അതല്ലടാ, പ്രശ്നം തീർക്കാനല്ല, പ്രശ്നം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ലക്കിയുടെ സപ്പോർട്ടില്ലാതെ മീനാക്ഷി ഇവിടെ ഒരു വർക്കും ചെയ്യാൻ പോകുന്നില്ല. അപ്പം അവസാനം ചേട്ടൻ്റെ സപ്പോർട്ട് മീനാക്ഷിക്ക് കൂടിയേ തീരൂ. അങ്ങനെ മീനാക്ഷി ചേട്ടൻ്റെ അടുത്തേക്ക് വരും. സമ്മതിച്ചെൻ്റെ ചേട്ടാ. സത്യം പറയാല, ഈ കാര്യത്തിൽ നിങ്ങളൊരു ജീനിയസ് ആട്ടോ. താങ്ക് യു. പിന്നെ ഞാനൊന്ന് ഇടപെട്ടിട്ട് വരാം.
ഹായ് ലക്കി. ഹായ് മനോജ്. ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ഇല്ലേ? ആ ഉണ്ട്. പ്രിപ്പയർഡ് ആണോ? യെസ്. പക്ഷെ മുഖം കണ്ടിട്ട് അങ്ങനെയല്ലേ തോന്നുന്നത്. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തന്നെ വെറുതെ ഓരോന്ന് വന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കണ്. ഇതല്ല എൻ്റെ പണിയിലാക്കി. എനിവേ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ജോർജ് സാർ എന്നെ ഹെവി വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ലക്കി ഇപ്പോൾ ഒരു സ്മാർട്ടായിട്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൻ്റെ കഴിവിൽ എനിക്ക് ഒരു എതിരഭിപ്രായമില്ല. താൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഏരിയ മുഴുവൻ തന്നെ ഏൽപ്പിക്കാമായിരുന്നു. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. താങ്ക് യു. താൻ കൂടെ ഉണ്ടാവും. ആ ഉണ്ടാവും. ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പറയാം. ഓക്കെ. ലക്കി, യു ആർ സോ ലക്കി കേട്ടോ. ജിൻഡോ, എന്തോ ഐ നോട്ടോ. ഹെവി പ്രോജക്റ്റ് ആണല്ലോ കിട്ടിയേക്കണത്. പ്രോജക്റ്റ് ഒക്കെ ഹെവി ആയിരിക്കും, നല്ല കാര്യം. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്. എന്താ? റെസ്പെക്റ്റ്. മനോജേട്ടാ, നിങ്ങൾ ഇപ്പം എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. ലക്കി, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. അപ്പോൾ പൊളിക്ക് രണ്ടുപേരും. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്തത്? ഇന്നത്തെ പ്രസൻറ്റേഷൻ ഞാനും മീനും കൂടി പ്രിപ്പയർ ചെയ്തതാ. പക്ഷെ ഇപ്പം അവളെന്നെ അടുപ്പിക്കണില്ല. എനിക്ക് ഇന്ന് ആ പ്രസൻറ്റേഷൻ ചെയ്യണം. നടക്കൂ? നടന്ന അടുത്ത വർക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യും. നടന്നു. സീരിയസ്ലി? എന്നാ നമുക്കൊരു ചായ കുടിച്ചാലോ? യെസ്. ഓക്കെ, വാ. ചായ കുടിച്ചിട്ട് വരാം. എന്റെ ചേട്ടാ, അതൊരു വാച്ചാണ്. അവിടെയുള്ള ആൾ സൈൻ ചെയ്തോളൂ, അത് കൊടുത്തോ. എടാ, ബാക്കി എല്ലാവരോടെ കൊടുക്കുന്ന തനിക്ക് മാത്രം എന്താ പ്രശ്നം? ഒരു പണി, താനാ വാച്ച് കൊണ്ടേക്കോ, എനിക്കത് വേണ്ട. അവിനാഷ് അല്ലേ? ഹായ് അവിനാഷ്. ഹായ്. എങ്ങനെ പോണ്? ചുമ്മാ. എങ്ങോട്ടാണ്? ചുമ്മാ നടക്കാറിങ്ങിയതാ. ഈ വെയിലത്താ വല്ല സൺസ്ട്രോക്കും അടിക്കും. ഷൂട്ടൊന്നും ഇല്ലായിരുന്നോ? അല്ല, ഇന്ന് ഫ്രീ ആയിരുന്നു. അല്ല, നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ ചുമ്മാ ഫുഡ് അടിക്കാൻ. വല്ല റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യണ്ടോ ഇവിടെ? ഈ ഏരിയയിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്താടോ, എന്തു പറ്റി? താൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഏയ്, നത്തിങ്. എന്നാ വാ കേറ്, വല്ലതും കഴിക്കാം. അയ്യോ, നിങ്ങൾ പോയിക്കോളൂ, ഇനി ഒരിക്കലാവട്ടെ. ഇനി ഒരിക്കലും നമുക്കറിയാം. കല്യാണത്തിന് വിളിച്ചിട്ട് വരായിരുന്ന ആളല്ലേ? അയ്യോ, അതല്ല, അത് ലാസ്റ്റ് മൊമെന്റിൽ ഒരു വർക്ക് വന്നതാ. അതെ, ഇന്ന് ലാസ്റ്റ് മൊമെന്റ് വർക്കൊന്നുമില്ലല്ലോ. വാ, നമ്മുടെ കൂടെ. അത് അതെ, ഫ്രീ ആന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും കണ്ടുപിടിക്കണ്ട, വണ്ടി കയറി. നല്ല വിശപ്പുണ്ട്. ഓക്കെ. ഒരു സെക്കൻഡ്. ഹാ, അവി എന്താ സുഹാന? മീനാക്ഷി എന്ത് പറയുന്നു? ഞങ്ങളെ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. പരിചയപ്പെടുത്താം. ഉറപ്പാണോ? ബെറ്റ് 500 രൂപ. ഓക്കെ. എന്താ സംഭവം? നീ കയറി പറയാം. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ ആളാണോ? അയ്യേ, ഞാനയാളല്ല, വേറൊരാളാണ്. ഒരു ഹെൽപ്പ് ചെയ്യൂ. ഓ, ഈ സിനിമയുടെ ഒക്കെ തിരക്കഥ കിട്ടുന്ന സ്ഥലം. ഏയ്, എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സെക്ഷനാണ് ആ സെക്ഷൻ. വാ, ആണോ? അങ്ങോട്ട്. ദാ, ഇവിടുന്ന് മുഴുവൻ തിരക്കഥകളാണ്. ആണോ? ആ, ദേ, ഇതൊക്കെ അത് തന്നെയാണ്. നിങ്ങളൊരു റൈറ്റർ ആണല്ലേ? അയ്യോ, എൻ്റെ അമ്മോ, അതെങ്ങനെ മനസ്സിലായി? കണ്ടറിയില്ലേ ലക്ഷണത്തൊരു റൈറ്ററാണ്. താങ്ക് യു സാർ. അങ്ങ് ആരാണ്? അശോക് കുമാർ, ഒരു വലിയ ബിസിനസ്സുകാരൻ. വലിയതല്ലേ? ആ, എനിക്ക് കണ്ടപ്പോഴേ തോന്നിയിരുന്നു, എന്നെ പറഞ്ഞ തെറ്റിപ്പോലെന്ന് കരുതി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അല്ല, സാർ ഈ തിരക്കഥയൊക്കെ വായിക്കോ? പിന്നെ ഒരു തിരക്കഥയെങ്കിലും വായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാൻ തിരക്കഥ ബെസ്റ്റാണ്, ഞാനും വായിക്കും. തിരക്കഥ മോശമാണെങ്കിൽ ഒരു 3ാമത്തെ ചാപ്റ്ററിലൊക്കെ എനിക്ക് ഉറക്കം വരും. സാറിന് ഒരു സിനിമ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അല്പം സബ്ജക്റ്റ് നോക്കുക. ആണോ? അല്ല, അതിന് ഇതൊക്കെ ഓൾറെഡി എടുത്ത സിനിമകളല്ലേ? സീക്വലിന് പറ്റുന്ന സബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോന്ന്? സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് കിട്ടാൻ എളുപ്പം, ബുദ്ധിപരമായി നീക്കം. അതല്ല, പുതിയതൊന്നും പോരാ. എഴുത്തുകാരൊക്കെ ഒന്നുകൂടെ ഉഷാറാകാനുണ്ട്. ആവണം, ആവാം. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ?
ഞാൻ നിങ്ങളുടെ കഥ കേട്ടില്ലല്ലോ. ആ അല്ല ഇനിയും കേൾക്കാമല്ലോ. പറയാൻ പറ്റുന്ന സബ്ജക്റ്റുകളും ഉണ്ടോ കയ്യിൽ? എൻ്റെ കഥകളൊക്കെ പറയാൻ പറ്റുന്നതാണ്. പറയട്ടെ? ഇവിടെ വെച്ചോ. ഞാൻ എവിടെ വെച്ചും പറയും, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. ആണോ? എന്നാലേ ഞാൻ സ്ഥിരമായിട്ട് കഥ പറയാൻ പോകുന്ന ഒരു കഫേ ഉണ്ട്, അവിടെ പോയാലോ? ഈ കഫേയിലിരുന്ന് കഥ കേൾക്കുന്ന പരിപാടി സാർ അത്രക്കാരനല്ലേ? എന്നാ നമുക്ക് സാറിൻ്റെ ഓഫീസിൽ പോവാം. എൻ്റെ ഓഫീസിൽ ശരിയാവില്ല. ഏ ഞാൻ അവിടെ ചെന്നാൽ അപ്പം തിരക്കാവും, പിന്നെ താൻ പോസ്റ്റായി പോകും. അയ്യോ കാത്തിരിപ്പ് വലിയ വേദനയാണ് സാർ. ആ നമുക്ക് വേദനിക്കണ്ട. സാറിന് സ്വന്തമായിട്ട് വീടൊക്കെ കാണുമല്ലേ? വീട് സെറ്റാവില്ല, വീടങ്ങ് ദൂരെയാ. ആ ഒരുപാട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കഥ കേൾക്കാനുള്ള ഒരു മൂടൊക്കെ പോകും. പക്ഷേ പിന്നെ ഇപ്പം എന്താ ചെയ്യാ? പേരെന്താ? DIG. DIGയുടെ വീട് ഇവിടെ അടുത്താണ്. ആ അയ്യാ അത് പറയാം, എൻ്റെ വീട് അടുത്താണ്. എന്നാൽ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാലോ? അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരുത്തനുണ്ട്, അവൻ പുറത്തു പോയിട്ടുണ്ടാവും ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിൽ കഥ കേട്ടേക്കാം. ആ ഷോ ഒരു നേർച്ചയൊക്കെ നേരുന്ന പോലെ സാർ. എന്താ കഥ കേൾക്കണ്ടേ? അല്ല നേർന്നോ, കഥ കേൾക്കണം. സാറിന് ഞാൻ കഥ കേൾപ്പിച്ചിരിക്കും. വാ സാർ, ഇതെൻ്റെ വാക്ക്. രാവിലെ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വഴക്കിട്ടു. എല്ലാരും കൂടി നിന്റെ അടുത്ത് വഴക്ക് കൂടിയെന്നാ? നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. ബെസ്റ്റ്. അതൊന്നുമല്ല, രാവിലെ അവി മീനും കൂടി എന്തോ കാര്യത്തിന് തർക്കമായി. ബാക്കി രണ്ടാരും കൂടെ ഓരോ സൈഡ് പിടിച്ചു. അങ്ങനെ വലിയ ബഹളമായപ്പോൾ ഞാൻ അകത്ത് പോയി ബഹളം വെക്കാൻ പറഞ്ഞു. അതിന് മീനു എന്നോട് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇത്രയുള്ള അതിനാണ് ഇത്ര വലിയ മൂഡ് ഓഫ്. ഇത് മൂഡ് ഓഫ് ആണുള്ള പ്രശ്നമില്ലേ? ഓ എടാ, അവി മീനും കൂടി ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കിന്നിരിക്കും. അന്നും പറഞ്ഞ് നമ്മളത് ഏറ്റുപിടിക്കാൻ പാടുണ്ടാ? ഞാൻ ഏറ്റുപിടിച്ചില്ലല്ലോ, മറ്റൊരു രണ്ടുപേരും കൂടി ഏറ്റുപിടിച്ചത്. അത് പറഞ്ഞാൽ അവരെല്ലാം കൂടി എന്നെ ഒറ്റപ്പെടുത്തി. ഇനി അവർക്ക് എന്നെ ഇഷ്ടമായിരിക്കില്ലേ? നീ എന്തൊക്കെയാ പറയണേ? നീ ആ ഓറഞ്ച് തിന്നേ. അല്ലേ പിന്നെ അവർ വഴക്കുണ്ടാക്കുമ്പോൾ പുറത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചത് അതാണോ കുറ്റം? എടാ, വഴക്കുണ്ടാക്കണ നേരത്തെ ഇതാരെങ്കിലും ചിന്തിക്കുമോ? നീ മിണ്ടാതിരിക്കണോണ്ട് നീ കൂളായിട്ട് ചിന്തിച്ച്. ഞാനെപ്പോഴും കൂളായവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും എന്നോട് തീർക്കാം. പിന്നെ അതങ്ങനെയൊന്നുമല്ല, എനിക്ക് അറിഞ്ഞൂടെ അവരെ. എനിക്കറിയാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇനി ആരെയും കാണണ്ട. ഞാൻ മിക്കവാറും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കും. നീ ഒന്ന് പോടച്ചേക്ക, അവന്റെ ഒരു സങ്കടം. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഇപ്പൊ പോണില്ലല്ലോ, നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് കുറച്ച് പണി തരാം. എനിക്കൊന്നും വയ്യ. അന്ന് ഒരു കാര്യം ചെയ്യ്, നീ ആ ഓറഞ്ചിന് പൈസ കൊടുത്തേ. അയ്യോ കാശില്ല. വാ എണീക്ക്. അവിടെ പണിയൊന്നുമില്ലടേക്കാ, നീ അവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. നടക്ക് നടക്ക്. താൻ ഇവിടെ എങ്ങും അല്ലേ? എന്ത് പറ്റി അവിനാഷ്? ആകെ മൂഡ് ഓഫ് ആണല്ലോ. അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ ഇറങ്ങിയപ്പോൾ മീനാക്ഷിയായിട്ട് ചെറിയൊരു ഫൈറ്റ്. താങ്ക്സ്. ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കേണ്ട ഫിറോ. ഇതെന്തിനീ പൈസ? ഞങ്ങൾ നേരത്തെ ഒരു പെറ്റ് വെച്ചായിരുന്നു. നീ മീനാക്ഷിയായിട്ട് അടിയുണ്ടാക്കിയിട്ടാണ് വന്നേക്കണെന്നും പറഞ്ഞ്. അതിൻ്റെ മൂഡ് ഓഫ് ആണെന്ന് നിനക്കൊന്നും പറഞ്ഞായിരുന്നു പെറ്റ്. എന്നത്തെ പോലെ ഞാൻ തന്നെ ശരി. ഇത് തന്നെ കുഴപ്പം. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ? എങ്ങനെയാണോന്ന്? അല്ല ഈ ഞങ്ങളാണ് എപ്പോഴും ശരിയെന്ന്. ഞാൻ എട്ടിലും ഇവളെ 6ലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രേമ ഞങ്ങളുടെ. അന്ന് മുതൽ ഇവളുടെ വിചാരം ഇവളാ ശരിയെന്ന്. ഓ മൈ ഗോഡ്, അത് മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല അപ്പോൾ നിങ്ങൾ അടികൂടാറില്ലേ? ദിവസവും മാക്സിമം 2 തവണ. അത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാറില്ല. എപ്പോഴും സോറി ഞാൻ തന്നെ പറയണം. സ്നേഹിച്ച് കൊഞ്ചിച്ച് ഞാൻ തന്നെ വഷളാക്കിയതാ. സെയിം ഹിയർ. എടോ താൻ കുറച്ച് ഫോട്ടോസ് മീനാക്ഷിയുടെ അവൾക്ക് കാണിച്ചു കൊടുത്തു. കാണിക്കടോ? കാണിച്ചു കൊടുത്തു. ഓക്കെ ഓക്കെ. ചുന്ദരിയാണല്ലോ. ഞാനൊരു കോൾ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ. ഫിറോ, നിങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ് കൊള്ളാട്ടാ. താങ്ക് യു. ഒരു ബ്രൗണിങ് കൂടെ പറയട്ടെ. മൈൻഡ് റീഡിങ്. ചേട്ടാ എന്താ പറ്റി എല്ലാവർക്കും? സെയിം ഓൾഡ് തിങ്സ്, നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. ഇതും വെച്ചിട്ടാണ് സിറ്റിയിലെ നമ്പർ 1 കമ്പനി ആകാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ. ഐ തിങ്ക് യു ഗൈസ് ആർ ലൂസിങ് ഫോക്കസ് യാർ. മനോജ് താനൊന്ന് മോണിറ്റർ ചെയ്യണില്ലേ? സാർ ആക്ച്വലി ഇവിടെ പലരും നല്ല ഉഴപ്പാണ്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. ബട്ട് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട് സാർ. അത് ലക്കിയുടെ പ്ലാനാണ്. ലക്കി ഒന്ന് പ്രസൻറ്റേഷൻ കൊടുക്കും. അതും കൂടെ സാർ ഒന്ന് കേട്ടു നോക്കണം. ഓക്കെ, ഗോ ഓൺ.
വെള്ളൻ മനോജ് തൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്. താങ്ക് യു സർ. ലക്കി നല്ല കോൺസെപ്റ്റ്, നല്ല ഉഗ്രനായിട്ട് പ്രസൻറ്റ് ചെയ്തു. ലക്കി താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തതല്ല. പിന്നെ ഈ കോൺസെപ്റ്റ് മീനാക്ഷിയുടെയാണ്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം. അല്ല, മീനാക്ഷി പ്രസൻറ്റ് ചെയ്യാണ്ടിരുന്നത് അത് അവൾക്ക് സുഖമില്ലായിരുന്നു സാർ. ഒരു രാവിലെ തുടങ്ങിയതാ, ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിവേസ് യു ഹാഡ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സർ. മീനാക്ഷി ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടല്ലേ? സർ തനിക്ക് ആരാ വേണ്ടത് വെച്ചാൽ തൻ്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായി സമയം എടുത്ത് ആലോചിച്ചിട്ട് മതി. ഓക്കെ. ഓ ആ പിന്നെ തരുമ്പോ നല്ല ഒരെണ്ണം തരണേ. ഐ ആം സോ എക്സൈറ്റഡ്. യു വെൽക്കം. എന്തിനാണ് ഈ വെറുതെ ടെൻഷൻ അടിപ്പിച്ചേ? ആ അതെന്താന്നറിയോ, ഇന്ന് നിന്റെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു. ഈ മൂഡ് വെച്ച് കേറിയിരുന്നെങ്കിലേ മൊത്തം കൊളായേനെ. അപ്പോഴാണ് ആ കോന്തൻ മനോജ് ഒരു ഐഡിയ ആയിട്ട് ഇറങ്ങിയത്. ഞാൻ അതിന്റെ മുകളിലൊരു ഐഡിയ ഇറക്കിയതാ. അവൻ നമ്മളോടാ ഡിവൈഡ് ആൻഡ് റൂള്. അതന്നെ എന്റെ ലക്കിയുടെ അടുത്ത് അവന്റെ നമ്പർ. അയ്യേടാ, എന്നാലും അവൾക്കൊരു സോറി പറയാൻ പറ്റില്ല. എന്നിട്ട് അവളൊരു സോറി പറയണ്ട നോക്കിയേ. സോറി പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാ. ഞാൻ എംഡിയോട് പറയാൻ പോവാ. കൊച്ചിയിൽ തിരിച്ചെത്തിയ ഉടനെ സുനില് അവൻ കണ്ടെത്തിയ കാര്യങ്ങൾ കംപ്ലീറ്റ് വീണയായിട്ട് ഷെയർ ചെയ്തു. വീണ അതിനവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വിവരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിച്ച് വില്ലനെ അറസ്റ്റ് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ സാറിപ്പം ഞെട്ടാൻ പോവാണ്. സുനിൽ സമ്മതിക്കുന്നില്ല. അത് നന്നായി. അപ്പൊ വില്ലനെ അറസ്റ്റ് ചെയ്യണ്ടേ? എടോ, ഈ വില്ല എനിക്ക് വർക്കൗട്ട് ആവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ അയാളും ചെയ്യുന്നുള്ളൂ. ഏയ്, അങ്ങനെ തെറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ വില്ലൻ ഭയങ്കര ക്രൂരനാണ്. അതൊക്കെ ആയിരിക്കും. പക്ഷെ തൻ്റെ വില്ലൻ വളരെ പോസിറ്റീവായിട്ടും നന്മയുടെ പ്രതീകമായിട്ടും ഒക്കെയാ തോന്നുന്നു. എന്താ ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യല്ല സാർ, സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ വില്ലനെ പറ്റി ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്. എടോ, വില്ലനായാലും നല്ലത് ചെയ്താൽ നല്ലത് പറയണം. അയ്യോ, നല്ലത് ചെയ്യുന്നതായിട്ടാണോ തോന്നുന്നത്? അതെ. അതായത് അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു റൂത്ത്ലെസ് കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല. ഞാൻ ഒന്നും കൂടെ വർക്ക് ചെയ്തിട്ട് ഈ വില്ലനെ നല്ല ക്രൂരനായൊരു വൃത്തികെട്ടവനാക്കി മാറ്റും. എന്നിട്ട് സാറിനോട് ഒന്നും കൂടെ കഥ പറയും. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സാർ കാർക്കിച്ച് തുപ്പണം. തുപ്പിയിരിക്കും. എന്നെ അല്ല, എടോ വില്ലനെ. വില്ലനെ വില്ലനെ കൊണ്ട് അങ്ങനെ ആ ഇവിടെ ലേഡീസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അതിന് അല്ല, ചോദിച്ചേ ഉള്ളൂ. മൊത്തത്തിലുള്ള വൃത്തിയൊക്കെ കണ്ടിട്ടെ. താൻ റൈറ്ററാന്ന് ഞാൻ ഗസ് ചെയ്തില്ലേ, അതുപോലെ. താങ്ക് യു സർ. താങ്ക്സ് അവിടെ നിൽക്കട്ടെ. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. താങ്ക്സ് പറഞ്ഞ അതിനല്ല. പിന്നെ സാറ് ഈ വീട്ടിലെ കുട്ടികളെ പറ്റിയേ വല്ല ഊളവർത്താനും പറഞ്ഞിരുന്ന കഥയും കാവടിയായിട്ടൊക്കെ ഇവിടെ തീർന്നേനെ. മനസ്സിലായില്ലേ? സാർ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് താങ്ക്സ്. പിന്നെ സാർ ചോദിച്ചതിൻ്റെ ഉത്തരം, എൻ്റെ 2 പെങ്ങന്മാരാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ 2 ഫ്രണ്ട്സും ഉണ്ട്. കഥ പറയാം. വില്ലനെ ഞാൻ ക്രൂരനാക്കും സാർ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഭയങ്കര നല്ലവനാണ്. അതാണ് എനിക്ക് ഈ സിനിമയിലൊന്നും ഗതി പിടിക്കാത്തത്. അതൊക്കെ ശരിയാവടോ. ആണോ? ഉറപ്പ്. അപ്പൊ തന്റെ ഫ്രണ്ട്സ് ഒക്കെ പോരും? അവരൊക്കെ ഒരു 1 മണിക്കൂറിനകത്ത് ഓരോരുത്തരെ വന്നു തുടങ്ങും. അപ്പൊ അടുത്തത് എന്താ പരിപാടി? പരിപാടി വിറ്റാണ്. ഇന്ന് രാവിലെ ഒരു കാര്യമില്ലാണ് 1-2 പറഞ്ഞ് എല്ലാവരും തമ്മിൽ തെറ്റി. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടേ ഇല്ല. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ്. താൻ കുക്ക് ചെയ്യും? കുക്ക് ചെയ്യും, അത്യാവശ്യം തെറ്റില്ലാതെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യും. എന്നാ വാടോ, ഞാനും കൂടാ. സാറിനതൊരു ബുദ്ധിമുട്ടാവില്ല? അത് എന്ത് ബുദ്ധിമുട്ട്? അത് മാത്രമല്ല, ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷും ഉണ്ടാക്കി തരാം. ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസർ എനിക്ക് കുക്ക് ചെയ്ത് തരാന്നൊക്കെ പറയുന്നത്. സ്നേഹമുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരു സന്തോഷമല്ലോ. സാർ മൊത്തത്തിൽ ഫീൽ ഗുഡിന്റെ ആളാണല്ലേ. എന്നാ വെൽക്കം. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. അയ്യേ, എന്താ ഇവിടെ ഇരിക്കണേ? എന്താ ഇവിടെ ഇരുന്നാല്? എന്താ അങ്ങോട്ട് വരാത്തെ? മൂടില്ല. ഞാൻ കാലത്ത് അങ്ങനെ പറഞ്ഞോണ്ടാ. നീ എന്താ പറഞ്ഞേ? ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ സങ്കടാവും. സങ്കടായാൽ സങ്കടം മാറ്റണം. സങ്കടം മാറ്റാൻ സോറി പറയണം. എന്ന് പറഞ്ഞോ. സോറി സാം. വാ.
നീ ഭയങ്കര റൊമാൻറ്റിക് അല്ലേ? എനിക്ക് പഠിപ്പിച്ചു തരോ? എന്തിനാണ് ആരെ വിളിക്കാൻ നീ എന്നിട്ട് പടാ. ഡാ നിന്റെ പണക്കം മാറിയാ? ആരോടെ വണക്കം? നീയല്ലേ രാവിലെ പിണങ്ങിയിരിക്കണ്ടായിരുന്നേ? എനിക്ക് ആരോട് വണക്കമൊന്നും ഉണ്ടായിരുന്നു. അയ്യേ നീയെ രാവിലെ പിണങ്ങി. രാവിലത്തെ കാര്യം കഴിഞ്ഞല്ല, ഇനി അത് വിട്ടേക്ക് മതി. എന്റെ പൊന്നോ, ഈ വീട്ടിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവോ? വെറുതെ സൂക്ഷിച്ച്. എനിക്കാരും സഹായിച്ചില്ല. ഞാൻ സഹായിക്കാം. എടാ ദാ, ഇനി പിടിക്കാവോ? ഇതൊന്നും പിടിച്ച അങ്ങനെ തന്നെയല്ലേ മലയാളത്തിൽ പറഞ്ഞത് പിടിക്കാന്ന്. ആ കൊള്ളാലോ, വാ. ഇപ്പൊ സമർത്ഥമാണല്ലോ. എടുക്കാൻ പറ്റേ? എനിക്കത് സംസാരിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, എന്തോ രാവിലെ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. നമ്മളെല്ലാവരും അനാവശ്യമായി വഴക്കിട്ടു. അതിനൊക്കെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും നമ്മൾ ഓരോരുത്തരോടും തന്നെ മാപ്പി വയ്ക്കുന്നു. ലക്കി ഞാനും അവരവരുടെ അഭിപ്രായം പറയുക മാത്രമായിരുന്നു ചെയ്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിനാഷിൻ്റെയും മീനുവിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവരവരുടെ സ്നേഹം തമ്മിലറിഞ്ഞ് പെയ്തൊരു മഴയാണ് രാവിലത്തെ വഴക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാമേ, നിന്നോട് എന്ത് പറയാനാണ്? എല്ലാരും ഹാപ്പി അല്ലേ? കുഴപ്പമില്ല, ഇപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? മേലാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല വേണം, അല്ലാതെ ഊള പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ. മനസ്സിലായോ? എല്ലാരും ഹാപ്പി അല്ലേ? എന്നാ കഴിക്കാൻ വാ. അത് ഈ വീടിന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഗംഭീര കട്ട്ലറ്റ്. ഇത് ഇവിടെ തന്നെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഇലയാണ്. ഇത് ചിപ്സ് ഏതോ ഹോട്ടലിൽ ഏതോ ബംഗാളി ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ എല്ലാ സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ ഇന്ന് അടുത്തൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല ഫിൽട്ടർ കോഫി. എൻജോയ്. കഴിക്ക്. മീനോട് എന്താണ് പറ്റിയടാ? നീ എന്താണ് ഇവിടെ കൊടുത്തത്? എടാ എന്താണ് പറ്റിയത് പറയടാ. അതേപോലത്തെ കട്ട്ലറ്റ്. എന്നത് മുഴുവൻ നീ കഴിച്ചോ? ചേട്ടന്റെ മൂച്ചയാണോ? അങ്ങനെയല്ലടാ, ഏറ്റവും ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് പോലെ ഉണ്ടെന്ന്. വേണ്ട, നീയും കഴിച്ചോ, കുഴപ്പമില്ല. കഴിച്ചോ. അതെടുത്തോ, അതും എടുത്തോ.